സർവലക്ഷണസമ്പന്നം ബുദ്ധിമന്തം ഗുണോത്തരം സുവൈസുതം സുഖമിതി പ്രാർത്ഥയേത് ഗർഭിണി സ്വയം. ഗർഭിണി സ്വയം, ഗർഭിണി തന്നെത്താൻ പ്രാർത്ഥയേത്, പ്രാർത്ഥിക്കണം. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഈശ്വരവിശ്വാസമേ ഇല്ല. പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ധാരണ അവരുടെ കഴിവാണ് ജീവിതമെന്നാണ്. ജീവിതം എന്നത് അവരുടെ കഴിവാണ് എന്നവർ കരുതുന്നു. ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി, അവൾക്ക് 20-21 വയസ്സായപ്പോൾ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചു ഇപ്പോൾ കുട്ടികൾ വേണ്ട. 5 വർഷം അവർ അതിൻ്റെ പ്രതിരോധ നടപടികളൊക്കെ എടുത്ത് വേണ്ടാന്ന് വെച്ചു. 6ാമത്തെ വർഷമായപ്പോൾ അവർക്ക് തോന്നി ഒരു കുട്ടിയെ വേണം. കുട്ടിയെ വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അവർക്ക് കുട്ടി ഉണ്ടാകുന്നില്ല. 5 വർഷം കഴിഞ്ഞു, വീണ്ടും 10 വർഷമായി, കുട്ടികളില്ല. നെട്ടോട്ടമോടുകയാണ് എല്ലായിടത്തും കുട്ടിയെ കിട്ടാനായിട്ട്. ആദ്യം കരുതിയിരുന്നത് സന്താനം എന്നത് അവരിച്ഛിക്കുമ്പോൾ കിട്ടുന്നതാണെന്നാണ്. ഒരിക്കലും സന്താനം ഒരു പുരുഷന്റെയോ സ്ത്രീയുടെയോ സൃഷ്ടിയല്ല. അവിടെ ഈശ്വര കടാക്ഷം ആവശ്യമുണ്ട്. ഈശ്വരൻ തരാനിരിക്കുന്ന സമയത്ത് സ്വീകരിക്കുന്നതാണ് ഉത്തമം. പിന്നീട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് സ്ത്രീ ഗർഭിണി പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയോടുകൂടി ഇരിക്കണം, ഈശ്വരനോട് പറയണം. എന്താ പറയേണ്ടത്? സർവലക്ഷണ സമ്പന്നം, എല്ലാവിധ ലക്ഷണങ്ങളും, അതായത് ഒരു കുഞ്ഞിന് സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലും പെരുമാറ്റത്തിൻ്റെ കാര്യത്തിലും ഒക്കെ എത്ര ലക്ഷണ സംയുക്തമായ ഒരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിക്കുന്നുവോ ആ കുഞ്ഞിനെ ഭാവനയിൽ കണ്ടിട്ട് പ്രാർത്ഥിക്കണം. സർവലക്ഷണ സമ്പന്നം ബുദ്ധിമന്തം, ബുദ്ധിമാനായൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇൻ്റലിജൻ്റായ ഒരു കുഞ്ഞിനിക്ക് വേണം. വളരെ അധികം ലക്ഷണസമ്പന്നൻ, ലക്ഷണം എന്ന് വെച്ചാൽ സൗന്ദര്യ ലക്ഷണ സമ്പന്നത്തോടു കൂടിയിട്ടുള്ളത്, ഗുണോത്തരം, ഉത്തമമായ ഗുണങ്ങളോടുകൂടിയ ക്യാരക്ടറുള്ള സംസ്കാരമുള്ള ഒരു കുഞ്ഞ്. സംസ്കാരം, ബുദ്ധി, സൗന്ദര്യം, ഇത് മൂന്നും കുഞ്ഞിന് വേണം. സുതം സുതനെ, കുഞ്ഞിനെ സുഖം സുഖമായി, സുവൈ ഞാൻ പ്രസവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. എങ്ങനെയുള്ള സർവലക്ഷണ സമ്പന്നനും ബുദ്ധിമാനും ഗുണോത്തരനുമായ ഒരു കുഞ്ഞിനെ, മകനെ, മകളെ സുഖമായി ഞാൻ പ്രസവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. പ്രാർത്ഥന ഇല്ലാതായി കഴിഞ്ഞാൽ ജന്മം അസുരമായിട്ട് തീരും, അസുര ജന്മങ്ങളായിട്ട് വരും, മറ്റ് ദൈവീ ജന്മങ്ങളായിട്ട് വരും. അപ്പം ജന്മങ്ങളെ ദൈവികമാക്കാനായിട്ട് പ്രാർത്ഥന വേണപ്പോഴും. ഗർഭിണി പ്രാർത്ഥനയിൽ തന്നെ ഇരിക്കണം. അപ്പോൾ ഒരു സ്ത്രീ ഗർഭിണിയാകുക എന്ന് പറയുന്നതും പ്രജയെ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്നതും ഒക്കെ ഒരു തപസ്സാണത്. ഒരു ധ്യാനം അതിനാവശ്യമാണ്, ശ്രദ്ധ ആവശ്യമാണ്, അത്രമാത്രം അർപ്പണം അതിലാവശ്യമാണ്. ഈ അർപ്പണമില്ലാതെ ഒരു ജീവി ജനിച്ചിട്ടെന്താ കാര്യം? അതുകൊണ്ട് കുഞ്ഞുങ്ങളെ എത്രമാത്രം മെച്ചപ്പെട്ട ജന്മം നമുക്ക് കൊടുക്കാൻ കഴിയുന്നുവോ അത്രമാത്രം സാത്വിക ജന്മം കൊടുക്കണം അവർക്ക്. സമാധാനമായി ജീവിക്കട്ടെ അവർ ഭൂമിയിൽ, ശപിക്കപ്പെട്ട ജന്മം പോലെ ജീവിക്കാതെ. പല ആളുകളും ഈ ലോകത്ത് വന്ന് വേദനിച്ച് ദുഃഖിച്ച് നരകിച്ച് ജീവിക്കുമ്പോൾ അവരെ പിതൃക്കളെ ശപിക്കും. എന്തിനാണ് എനിക്ക് ഈ ജന്മം തന്നതെന്ന് ചോദിച്ചിട്ട്. ഒരിക്കലും നമ്മളുടെ കുഞ്ഞുങ്ങളുടെയും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് അവരോട് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്തില്ലെങ്കിലോ നമ്മൾ ഒരു പാപം അവർക്ക് ചെയ്യാണ്. അവർക്കും ഈ പാപം അങ്ങ് ഏൽപ്പിക്കുക. തലമുറകളിലൂടെ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിൽ അശ്രദ്ധ വരിക്കുന്നതിലൂടെ പാപങ്ങൾ കൈമാറിക്കൊണ്ടുപോവുകയാണ് തലമുറകളിലേക്ക്. അപ്പൊ ഗർഭിണി സ്വയമേവ തൻ്റെ ശിശു എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞവനും ബുദ്ധിമാനും യോഗ്യനുമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കണം.